മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 22-ാം തിരുവചനം. കർത്താവേ, അത് ഞാൻ അല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. യേശു തന്നെ തൻ്റെ ഒരു ശിഷ്യൻ ഒറ്റിക്കൊടുക്കുമെന്ന് മുൻകൂട്ടി ശിഷ്യന്മാരെ അറിയിച്ചപ്പോൾ ഓരോ ശിഷ്യന്മാരും കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, നിന്നെ ഞാനല്ലല്ലോ ഒറ്റിക്കൊടുക്കുന്നത്. ഈ സുവിശേഷ ഭാഗം വായിച്ച് നമ്മൾ 25-ാമത്തെ തിരുവചനത്തിലെത്തുമ്പോൾ യൂദാസ് പറയുന്നൊരു മറുപടി വളരെ ശ്രദ്ധേയമാണ്. യൂദാസ് പറയുന്നത്, ഗുരു അത് ഞാനോ? സത്യത്തിൽ യൂദാസ് യേശുവിൻ്റെ കൂടെ 3.5 വർഷം അവൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാ നന്മ പ്രവർത്തികളും ആവോളം ആസ്വദിച്ചു. എന്നാൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തവൻ കർത്താവാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതാണ് യൂദാസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വീഴ്ച. അതുകൊണ്ട് ശിഷ്യന്മാരെല്ലാം അവനെ കണ്ടത് കർത്താവെന്നാണ്. അതുകൊണ്ടാണ് അവർ കർത്താവേ എന്ന് വിളിച്ചത്. തോമാസ് ലീഹായും പറഞ്ഞു, എൻ്റെ കർത്താവേ. പത്രോസ് പലപ്പോഴും എൻ്റെ കർത്താവേ. എന്നാൽ എപ്പോഴും കർത്താവിനെ, സർവശക്തനായ ദൈവത്തെ യൂദാസ് ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ടാണ് അവന് ഒറ്റിക്കൊടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകാതിരുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളൊക്കെ നമ്മൾ ആവോളം ആസ്വദിക്കുന്നുവെങ്കിലും നമ്മുടെ ദൈവത്തെ, യഥാർത്ഥ ദൈവമായി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് അവനെ ഉയർത്തേണ്ട സമയത്ത്, സാക്ഷ്യപ്പെടുത്തേണ്ട സമയത്ത് തള്ളിക്കളയേണ്ടതായിട്ട് നമുക്ക് വരും. ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ അഭിമാനിക്കുന്നുണ്ട്, ക്രിസ്തു ദൈവമാണെന്ന് നമ്മൾ പറയുന്നുമുണ്ട്. എന്നാൽ ഹൃദയത്തിൽ അവൻ കർത്താവാണോ അതോ എനിക്ക് ഗുരുവാണോ? ഗുരുവാണെങ്കിൽ സാഹചര്യത്തിൽ നമ്മൾ ഒറ്റുകൊടുക്കും. കർത്താവാണെങ്കിൽ നമ്മൾ അവന് വേണ്ടി രക്തസാക്ഷിയാകും. ഗുരുവിൻ്റെ സ്ഥാനം കണ്ട് അവനെ രക്തസാക്ഷിയാക്കാതെ ക്രിസ്തുവിനെ കർത്താവായി കണ്ട് അവന് വേണ്ടി രക്തസാക്ഷിയാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പ്രഭാതം അതിന് അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കും.